ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 3 വാക്യം മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് യേശു ചോദിച്ചു. എവിടെ തളർച്ചയുണ്ടോ അവിടെ യേശു ഓടി അണയും. ഉയർത്തെഴുന്നേറ്റ മിശിഹാ തമ്പുരാൻ ഓടിച്ചെല്ലും ദുരിതമുള്ള സ്ഥലത്ത്, യാതനയുള്ള സ്ഥലത്ത്, ആവശ്യഭാരങ്ങളുള്ള സ്ഥലത്ത് യേശു ഓടിച്ചെല്ലും. ഇതൊരു പരമാർത്ഥമാണ്. നിങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ തോന്നും. അനുഭവിക്കുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നേ ഉള്ളൂ. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാം അനുകൂലമായും അനുഗ്രഹമായും കർത്താവ് തീർത്തു തരും. അതുകൊണ്ട് ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരിക്കലുമല്ല. എന്തുമാത്രം ഭാരച്ചുമടുകളുമായിട്ടാണ് നിങ്ങൾ പലരും വന്നിരിക്കുന്നത്. വലിയ ഭാരമേറിയ ചുമടുകൾ. എന്നെക്കൊണ്ട് വയ്യല്ലോ കർത്താവേ എന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകുന്ന, അയ്യോ എന്നെക്കൊണ്ട് വയ്യല്ലോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ളതായ ഭാരങ്ങൾ പലർക്കുമുണ്ട്. മനക്ലേശങ്ങളുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്, അനേകം പ്രതിസന്ധികളുണ്ട്. ഓരോ ചുവടും വയ്ക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. അതിനെയെല്ലാം അതിജീവിച്ച് വേണം നാം മുന്നോട്ട് പോകാൻ. നമ്മുടെ പലരുടെയും ജീവിതം അങ്ങനെയാണ്. രോഗങ്ങളാകാം, പണത്തിന് ഞെരുക്കമാകാം, കടത്തിൻ്റെ ഭാരമാകാം, കുടുംബത്തിലെ വഴക്കാകാം, ഭാര്യയും ഭർത്താവിനുള്ള ഭിന്നതയാകാം, മക്കൾ നാനാവിധമായി പോകുന്നതാകാം, ചുമതലാബോധമില്ലാതെ മക്കൾ പഠിക്കുകയോ ഉത്സാഹത്തോടെ ഒന്ന് വായിക്കുകയോ ചെയ്യാതെ ഉഴപ്പി നടക്കുകയാകാം, എന്ന് പല പല കാര്യങ്ങൾ. ഇതെല്ലാം നമ്മെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. മനസ്സിൽ ദുഃഖമുണ്ട്. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പോടെ നിങ്ങൾ ജീവിച്ചാൽ എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്, ഒരു പോംവഴിയുണ്ട്. ദൈവം വിശ്വസ്തൻ. നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയുടെ പോക്കുവഴി ഉണ്ടാക്കുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കൊരിന്ത്യലേഖനം 10 അധ്യായത്തിൽ. ദൈവം വിശ്വസ്തൻ. വിശ്വസ്തനായ ദൈവം നമുക്ക് പരീക്ഷകൾ നേടുമ്പോൾ കർത്താവ് പറയുന്നു, നിനക്ക് പരീക്ഷയോട് ഞാൻ പോക്കുവഴി തരാം, ഒരു നീക്കുപോക്ക് തരാം. പരീക്ഷ ഒഴിവാക്കുകയല്ല, നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയല്ല, നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറ്റിത്തരികയല്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കൂടി, ആ വിടവിൽ കൂടി എവിടെയെല്ലാമോ ഒരു കാല് വെച്ച് പോകാനുള്ളതായ വഴി കർത്താവ് തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവമക്കളുടെ അനുഭവം. സ്തോത്രം. കർത്താവ് തീബരിയസ് കടൽക്കരയിൽ നിന്നു. ഉയർത്തെഴുന്നേറ്റ് മിശിഹാ തമ്പുരാൻ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാർക്ക് അറിയാം. പക്ഷേ എന്തുകൊണ്ടോ അവർ മനം മടുത്തുപോയി. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. ശിമോൻ പത്രോസും എല്ലാ കൂട്ടത്തിലുണ്ടായിരുന്നു. തോമാസ് അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് അവരുടെ മേൽ ഊതി. നിങ്ങൾക്ക് സമാധാനം എന്ന് കർത്താവ് പറഞ്ഞു. അക്ഷരീയമായി കർത്താവിനെ അവർ നേരിട്ട് കണ്ടു. കർത്താവിൻ്റെ ശബ്ദം നേരിട്ട് കേട്ടു. ഇതെല്ലാം അനുഭവങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരു സന്ദർഭം വന്നപ്പോൾ അവർക്കൊരു ഏതോ ഒരു വിഷാദ വിവശത. എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്? പ്രതീക്ഷകൾ തകർന്നു പോയല്ലോ. ഇസ്രായേൽ ജനം റോമിലെ ഭരണാധികാരത്തിന് കീഴിൽ അടിമപ്പെട്ടിരുന്ന കാലത്ത് ഈ പാരതന്ത്ര്യത്തിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന്, അഥവാ അധീശത്വ മനോഭാവം പൂണ്ട റോമൻ സർക്കാരിൻ്റെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഒരാളായിട്ടാണ് അവർ യേശുവിനെ കണ്ടിരുന്നുള്ളൂ. ഒരു വലിയ സാമൂഹിക വിപ്ലവകാരിയായിട്ട്, ഒരു വലിയ അത്ഭുത പുരുഷനായിട്ട് അവർ യേശുവിനെ കണ്ടു. അവർ അതിനപ്പുറം ആത്മാവിൻ്റെ വീണ്ടെടുപ്പോ ആത്മാവിൻ്റെ നിത്യജീവനോ അവർ കണ്ടില്ല. അതാണ് പിന്മാറിപ്പോകാൻ കാരണം. നമ്മെ പലരും അങ്ങനെയാണ്. നാം ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് രോഗസൗഖ്യം തന്നു, നമുക്ക് സന്തോഷം, ദൈവം നല്ലവനാണ്.
പരീക്ഷ എഴുതാൻ പഠിച്ചു, പരീക്ഷ എഴുതി, പ്രാർത്ഥിച്ചു, പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സായി. ഓ, ദൈവം നല്ലവൻ. പ്രാർത്ഥിച്ചല്ലോ, കർത്താവ് പ്രാർത്ഥന കേട്ടല്ലോ. വളരെ നല്ലൊരു വിവാഹാലോചന വന്നു, വിവാഹാലോചന നടന്നു, അത് നന്നായി, വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നു, ദൈവം നല്ലവൻ. എന്നാൽ ജീവിതത്തിലെ ചില പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമ്പോൾ, ജീവിതത്തിലെ ചില യാതനകളും വേദനകളും വന്ന് നമ്മെ വലയം ചെയ്യുമ്പോൾ, അപ്പോഴാണ് നാം ദൈവം നല്ലവനെന്ന് പറയാൻ തോന്നാതെ പോകുന്നത്. അപ്പോഴെല്ലാം നമുക്കൊരു പരിഭവമോ പ്രയാസമോ ഒക്കെ തോന്നും. പിന്മാറ്റത്തിൻ്റെ ആദ്യത്തെ ചുവടതാണ് ചില പരിഭവങ്ങൾ. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, നിങ്ങൾക്ക് നമ്മുടെ കൂട്ടായ്മയിൽ ഇരുന്ന് ആരോടെങ്കിലും ഒരു പരിഭവം ഉണ്ടോ? നിങ്ങൾ പിന്മാറ്റത്തിൻ്റെ വഴിയിലാണ്, പിറകിലേക്ക് പോവുകയാണ്. ആരോടെങ്കിലും ഒരുപക്ഷേ ആൾ ചെയ്ത് തെറ്റായിരിക്കാം, അത് ദൈവം നോക്കട്ടെ. പക്ഷേ തെറ്റ് ചെയ്യുന്ന ഒരാളോടാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു അസഹിഷ്ണുതയുണ്ടോ? നിങ്ങൾ പിന്മാറ്റത്തിൻ്റെ വഴിയിലാണ്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുന്നുണ്ടോ? നിങ്ങൾ പിന്മാറ്റത്തിൻ്റെ വഴിയിലാണ്. അനേകരിന്ന് പിന്മാറിപ്പോകുന്നത് അറിയുന്നില്ല. അങ്ങ് പിന്മാറ്റത്തിലേക്ക് ഒഴുകി പോവുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടി, സമാധാനം കിട്ടി. പക്ഷെ പിന്നെയും പഴയ ആ മടുപ്പിലേക്കും പഴയ വിവശതയിലേക്കും മാറിപ്പോവുകയാണ്. നിങ്ങൾ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്സാഹം കിട്ടി, പക്ഷേ ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ തളർന്നു പോകുന്നു, നിങ്ങൾ വാടിപ്പോകുന്നു. അങ്ങനെ വരരുത്. അത് പിന്മാറ്റത്തിൻ്റെ അവസ്ഥയാണ്. പത്രോസും യാക്കോബും യോഹന്നാനും തോമാസും അവരങ്ങനെ അവരുടെ 7 പേര് അവർക്ക് മനഃപൂർവ്വം പിന്മാറിപ്പോയതല്ല. മനസ്സിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ അകത്ത് അവർക്ക് ഒരു നിരാശ. പ്രതീക്ഷിച്ച പോലും ആയില്ലല്ലോ, ഈ 3.5 കൊല്ലം നടന്നത് വ്യർത്ഥമായി പോയല്ലോ. കാര്യം യേശു ജീവിക്കുന്നുണ്ടോ, ഉയർത്തെഴുന്നേറ്റ്, പക്ഷേ എന്നാലും ഈ 3.5 കൊല്ലത്തെ നമ്മുടെ ജീവിതം പാഴായി പോയല്ലോ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഒരിക്കൽ വിട്ട വലയും പടകും എടുത്ത് ഒരിക്കൽ ഉപേക്ഷിച്ച ഗലീല കടലിലേക്ക് പത്രോസ് തിരികെ പോവുകയാണ്, കൂടെ മറ്റ് 6 പേരും കൂടി. അങ്ങനെ 7 പേരും, ശിഷ്യന്മാരിൽ 7 പേരും അവർ ആ പഴയ തൊഴിലിലേക്ക് മടങ്ങുകയാണ്. അവർക്ക് യേശുവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. യേശു അവർക്ക് പ്രത്യക്ഷനായി, യേശു അത്ഭുതകരമായിട്ട് അവർക്ക് പ്രത്യക്ഷനായി. യേശു തോമസ് ലിയോട് നേരിട്ട് സംസാരിച്ചു. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ തോമസ് ലിയോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിൽ കൈക്കൊള്ളുന്ന എല്ലാവരോടും പറഞ്ഞു, എല്ലാവരുടെ മേൽ ഊതി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇതെല്ലാം അവർക്ക് അനുഭവമുണ്ട്. അനുഭവമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവരിന്ന് പിന്മാറ്റത്തിൻ്റെ പാതയിലാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും പിന്മാറ്റത്തിൻ്റെ പാതയിലാണോ എന്ന് ചിന്തിക്കണം. കാര്യം ശരിയാണ്, നല്ല കൂട്ടായ്മയാണ്, അനുഗ്രഹമാണെന്നൊക്കെ നമുക്ക് അറിയാം. എന്നാലും ഒരു മടുപ്പ് നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഒരു തഴമ്പിച്ച അനുഭവം നിങ്ങൾക്ക് വരുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തളർച്ച വരുന്നുണ്ടോ? കുതിച്ച് ചാടുന്ന അനുഭവം ഉണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, ഈ കുതിച്ച് ചാടുന്ന അനുഭവം ഉണ്ടെങ്കിലേ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. രോഗമാണെങ്കിലും ശരി, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഓടുമെന്നുള്ള ഒരു വലിയ പ്രതിഷ്ഠ നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങണം. അനേകം പ്രശ്നങ്ങൾ എന്നെ വലയം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി, ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ്, ഞാൻ യേശുവിന് വേണ്ടി ഓടും. എൻ്റെ മരണത്തോളം, മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം ഞാൻ യേശുവിന് വേണ്ടി ഓടുമെന്നും, യേശുവിന് വേണ്ടി ഞാൻ അധ്വാനിക്കുമെന്നും, ഞാൻ യേശുവിന് വേണ്ടിയാണ് എൻ്റെ ജീവിതമെന്നും, ഇത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല, ഇതെൻ്റെ യേശുവിന് വേണ്ടി മാത്രമുള്ളതാണ് എൻ്റെ ജീവിതമെന്നും ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഭാഗ്യമാണത്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരവസരത്തിൽ ഞാൻ ഏകനായിരുന്ന് ഞാൻ തനിയെ ഒരു വാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവേ, ഭൂമിയിലെ മനുഷ്യരാരും വിളിച്ചിട്ടല്ലല്ലോ ഞാൻ മാനസാന്തരപ്പെട്ടത്, ഭൂമിയിലെ ആരും വിളിച്ചിട്ടല്ലല്ലോ ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നത്. എൻ്റെ കർത്താവേ, ഗോകുൽത്തായിലെ സ്നേഹമാണല്ലോ എന്നെ വിളിച്ച് വേർതിരിച്ചത്. കർത്താവേ, ഞാൻ ആ സ്നേഹത്തെ മുറുകെ പിടിക്കുന്നു. ഒരിക്കലും എൻ്റെ മനസ്സ് പാടാൻ നീ സമ്മതിക്കരുത്, ഒരിക്കലും വഴിതെറ്റി പോകാൻ നീ സമ്മതിക്കരുത്, ഒരിക്കലും ഒരു അബദ്ധം പറ്റാൻ നീ സമ്മതിക്കരുത്. നീ എന്നെ മുറുകെ പിടിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ സമാധാനത്തോടെ എഴുന്നേറ്റ്, പ്രിയപ്പെട്ടവരെ, സമാധാനത്തോടെ. വലിയൊരു ആത്മീയ ജീവിതത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നം നേരിട്ട ഒരു
സങ്കീർണമായ പ്രശ്നത്തിൽപ്പെട്ട് ഉലയുന്ന ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഞാൻ ഏകനായി മാറിയിരുന്നത്. വ്യക്തമായിട്ടാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞത്. ഭൂമിയിലെ മനുഷ്യരാരും അല്ലല്ലോ എന്നെ വിളിച്ചത്, ഒരു കൂട്ടായ്മയല്ലല്ലോ എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യസ്നേഹമാണ്. എനിക്കറിയാം കർത്താവേ, നീ എന്നെ പിടിച്ചുകൊള്ളണം, നീ എന്നെ മുറുകെ പിടിച്ചുകൊള്ളണം. സ്തോത്രം. ആടി വീഴാവുന്ന ഒരു സാഹചര്യം വന്നപ്പോഴായിരുന്നു, വീണു പോകാവുന്ന ചില കാര്യങ്ങൾ വന്നപ്പോഴായിരുന്നു അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞത്. നിങ്ങൾക്കും അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കരുതോ? ഈ കൃഷ്ണ റോയൽ ഫെലോഷിപ്പ് അല്ല എന്നെ വിളിച്ചത്, യോഹന്നാൻ സാറല്ല എന്നെ വിളിച്ചത്, ദൈവമക്കൾ ആരുമല്ല എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് നിത്യോന്നത സ്നേഹമായ ഗോകുൽത്തായിലെ കാൽവറിയിലെ സ്നേഹമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഈ ഭൂമിയിലെ ആരുമല്ല എന്നെ വിളിച്ച് വേർതിരിച്ചത്, ഈ ഭൂമിയിലെ ഒരു ദൈവവൈതലുമല്ല എന്നെ വിളിച്ച് വേർതിരിച്ചത്. എന്നെ വിളിച്ച് ക്രൂശിലെ സ്നേഹത്തിലേക്ക് എന്നെ ആകർഷിച്ച് എന്നെ വലിച്ചടുപ്പിച്ചത് കർത്താവായ യേശുവേ, എന്നിൻ്റെ ചങ്ക് വിളർന്നൊഴുകിയ തിരിച്ചോരയിൽ നിന്ന് വരുന്നതായ അത്ഭുത സ്നേഹമാണ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വരണത്, അത് വന്നാലേ നിങ്ങൾക്ക് രക്ഷ കിട്ടൂ. പിന്നെ നിങ്ങൾ ഒരു സഭയെ നോക്കുകയില്ല, സഭയുടെ നേതാവിനെ നോക്കുകയില്ല, കൂട്ടായ്മയിലെ നേതാക്കളെ നോക്കുകയില്ല, ആരെയും നോക്കുകയില്ല, ആരുമല്ല. നിങ്ങളെ നടത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണെന്നുള്ളതൊരു ഉറപ്പ്. ക്രിസ്തുവാണ് എന്നെ വിളിച്ചത്. പിന്നെ മടുപ്പില്ല, പിന്നെ തളർച്ചയില്ല, പിന്നെ വിവശതയില്ല, പിന്നെ പരിഭ്രമമില്ല, പിന്നെ ഭയമില്ല. സ്തോത്രം. ഇത് നിങ്ങൾക്ക് ഉറയ്ക്കാമോ? യേശു ക്രിസ്തു എന്നെ വിളിച്ചിരിക്കുന്നു. സത്യം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ നാനാദേശങ്ങളിലിരുന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഒന്ന് ഓർക്കൂ, എന്നെ വിളിച്ച് വേർതിരിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ ഹൃദയത്തിൽ തൻ്റെ ദിവ്യ സ്നേഹം ക്രിസ്തു നിക്ഷേപിച്ചു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, ദിവ്യ സ്നേഹം, സ്വർഗീയ സ്നേഹം എന്നിൽ നിക്ഷേപിക്കാൻ തക്കവണ്ണം കർത്താവ് എന്നെ വിലയേറിയവനായി കണ്ടു. ഞാൻ പാപിയാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ ദ്രവ്യഗ്രഹിയാണ്, ഞാൻ സ്വാർത്ഥമതിയാണ്. എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് ലജ്ജിക്കാനേ വകയുള്ളൂ. എന്നാൽ നീ എന്നെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് ഞാൻ കർത്താവേ ഈ വചനം കേൾക്കുന്നത്. സ്തോത്രം. പത്രോസ് മടുപ്പ് വന്നു, കൂടെ 6 പേരും കൂടി. അവർ മീൻ പിടിക്കാൻ തിബേരിയാസ് കടലിലേക്ക് പോയി. പഴയ വലയെടുത്തു, പഴയ പടകെടുത്തു, കടലിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. മീൻ പിടിക്കാൻ നല്ല വശമുള്ളവരാണ് എല്ലാവരും. അവർ 7 പേരും മീൻപിടുത്തക്കാരാണ്. അതുകൊണ്ടാണോ ഈ 7 പേരെ മാത്രം വിളിച്ചതെന്ന് അറിഞ്ഞുകൂടാ. പത്രോസ് പറഞ്ഞപ്പോൾ കൂടെ പോകാൻ തയ്യാറായത് കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ആ 7 പേരും അങ്ങനെ ഒരുമിച്ച് അവർ തിബേരിയാസ് കടലിലേക്ക് പോയി. പക്ഷേ വല എറിഞ്ഞപ്പോൾ ഒരു മീനും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകാതിരിക്കുന്നത് അതൊരു നന്മയ്ക്കാണ്. നിങ്ങൾക്കിതുവരെ വിവാഹം നടക്കാത്തത് അത് നന്മയ്ക്കാണ്. നിങ്ങൾക്ക് പണത്തിൻ്റെ ഞെരുക്കമുണ്ടാകുന്നത് നന്മയ്ക്കാണ്. ചില പ്രശ്നങ്ങളുള്ളത് നന്മയ്ക്കാണ്. അത് എനിക്ക് നല്ലപോലെ അറിയാം. പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭാഗ്യവശാൽ ഞാൻ ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്നത്. പ്രശ്നങ്ങൾ, ചില ആകുലങ്ങൾ, ചില ഭാരങ്ങൾ, ചില രോഗങ്ങൾ, ഇതെല്ലാം ഉള്ളതുകൊണ്ട് എനിക്കിന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് ഞാൻ പറയും. സ്തോത്രം. സഹോദരങ്ങളെ, അവർ 7 പേരും ചെന്നു, വല വീശി, ഒരു മീനും കിട്ടിയില്ല, ഒറ്റ മീൻ പോലും കിട്ടിയില്ല. യേശുവിനെ കൂടാതെയുള്ള ഏത് ഉദ്യമവും പരാജയത്തിലായിരിക്കും. മറക്കരുത്, യേശുവിനെ കൂടാതെ നിങ്ങൾ പോകുന്ന ഏതൊരു പോക്കും, ഏതൊരു ഉദ്യമവും അത് പരാജയത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. എപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളണം, എൻ്റെ യേശുവേ എന്ന്. എപ്പോഴും നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കുരിശ് വരച്ചുകൊണ്ടെന്നും പറയണമെന്നല്ല ഈ പറഞ്ഞത്. എന്നും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എൻ്റെ യേശുവേ എന്നുള്ള വിളിയുണ്ടായിരിക്കണം, ഒരു ദൈവ ഭയം ഉണ്ടായിരിക്കണം. എന്നെ കാണുന്ന എൻ്റെ യേശു, എൻ്റെ നിരൂപണങ്ങൾ കാണുന്ന എൻ്റെ യേശു, എൻ്റെ ചിന്തകൾ അറിയുന്ന എൻ്റെ യേശു, എൻ്റെ രാവും പകലും എന്നെ കാണുന്ന എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ നാഥൻ, എൻ്റെ കർത്താവ്, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ ഉടയവൻ, എൻ്റെ കർത്താവ്. സ്തോത്രം. ഈ യേശു എന്നെ കാണുന്നുവെന്നും അവൻ എന്നെ അറിയുന്നുവെന്നും എൻ്റെ എല്ലാ കാര്യവും അവൻ അറിയാമെന്നും ഇനിയും ഞാൻ എന്തായിത്തീരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കി കിട്ടും. എല്ലാം എന്നെക്കുറിച്ചുള്ള അവന് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. യേശുക്രിസ്തുവിനെക്കുറിച്ച് വലിയൊരു പ്ലാൻ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാകും. എപ്പോൾ? യേശുവേ എന്നൊരു വിളി ഉണ്ടാകുമ്പോൾ. വ്യക്തമാണ്, നിങ്ങൾ പോകേണ്ട വഴിയിൽ കൂടി നിങ്ങൾ നടത്തും. സ്തോത്രം.
നിങ്ങൾ എങ്ങനെ ഏതെല്ലാം വഴികളിലൂടെ പോകണമോ അവിടെ എല്ലാം കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. സ്തോത്രം. അപ്പോഴെല്ലാം പറഞ്ഞോളണം, കർത്താവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. സ്തോത്രം. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. എനിക്ക് സ്വന്തമായൊരു ഇഷ്ടമില്ല കർത്താവേ, ഞാനത് എല്ലാം വിട്ടല്ലോ, അതെല്ലാം എന്നെ വിട്ടു കർത്താവേ. പഴയ ഇഷ്ടങ്ങൾ ചിലത് പൊങ്ങി വരുമ്പോൾ കർത്താവേ, അത് അപ്പോഴപ്പോൾ നാമ്പ് നുള്ളി നീ എന്നെ മുന്നോട്ട് നടത്തുന്നുണ്ടല്ലോ കർത്താവേ. ഇനി ഒരിക്കലും പൊങ്ങി വരാത്തതുപോലെ നാമ്പ് അതെല്ലാം കരിഞ്ഞു പോയി എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും പച്ചയായി മുളച്ചു വരാവുന്ന നാമ്പുകളുണ്ട് എൻ്റെ രക്തത്തിൽ. പക്ഷേ എന്നാലും കർത്താവേ, ഞാൻ പുറപ്പെട്ടവനല്ലേ, നീ എന്നെ പിടിച്ചുകൊള്ളണമേ. യേശുവിനെ കൂടാതെ പുറപ്പെട്ടു, അവർക്കൊന്നും കിട്ടിയില്ല. ദൈവം ഇതിലേ നിൻ്റെ ജീവിതത്തിൽ യേശുവിനെ കൂടാതെ നീ ഏതെല്ലാം കാര്യങ്ങൾ പോയിട്ടുണ്ടോ? പലതും കിട്ടിയെന്നൊക്കെ തോന്നും. ഒന്നാം സ്ഥാനം യേശുവിന് കൊടുക്കുകയും യേശുവിൻ്റെ ഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ഞാൻ എവിടെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അവിടെ ഞാനാകണം. ഓരോരുത്തരും എവിടെയെല്ലാമാണോ ആക്കിയിരിക്കുന്നത് അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. മകളെ, നീ ഒരു ഭവനത്തിൽ ഒരു മണവാട്ടിയായി കടന്നു ചെന്നു, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. മോനെ, നീ ഒരു ഭവനത്തിൽ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിനക്ക് ഒരു ജോലി കിട്ടി, ആ ജോലി സ്ഥലത്ത് നീ ചെന്നു, അവിടെയും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നിന്നിൽ കൂടി ഒരു പദ്ധതി നിറവേറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എവിടെ ചെന്നാലും അവിടെയെല്ലാം യേശുവിനെ കാണിച്ചു കൊടുക്കുക. പുറമെ പ്രസംഗത്തിലല്ല, പ്രസംഗമല്ല, ജീവിതം. ഈ ജീവിതം മലർക്കെ തുറന്നിരിക്കുന്ന ഈ ജീവിതം, സ്തോത്രം. ഈ ജീവിതം നിങ്ങൾ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ജീവിതമാക്കി കൊടുക്കുക. നിങ്ങൾക്കൂടെ യേശുവിനെ കാണട്ടെ, കണ്ണാടിയിൽ യേശു പ്രതിബിംബിക്കട്ടെ. നിങ്ങളൊരു കണ്ണാടിയാണ്. നിങ്ങൾ ഈ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഈ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നു ഒരാൾ. ആരാ? യേശു. സ്തോത്രം. ദൈവത്തിന് എന്തൊരു ഭാഗ്യം. യേശു നിങ്ങൾ കൂടി പ്രതിഫലിക്കുന്നൊരു സ്ഥിതി വരട്ടെ. യേശു നിങ്ങൾ കൂടി പ്രതിബിംബിക്കുന്നു. സ്തോത്രം. അതാണ് സുവിശേഷ വേല. പറയുന്ന പ്രസംഗമല്ല, അതിനേക്കാൾ എത്രയോ വലുതാണ് ജീവിക്കുന്ന ജീവിതം. ഒരു സംസ്കാരഭദ്രമായൊരു ജീവിതം കർത്താവ് നമുക്ക് തരും. ഈ കാലഘട്ടത്തിൽ സാക്ഷാത്തായ സംസ്കാരം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു ജീവിതം കർത്താവ് നമുക്ക് തരും. ഏതാണ് യഥാർത്ഥ സംസ്കാരം? പറയുന്ന മാനവ സംസ്കാരം എന്നൊക്കെ പറയും, മനുഷ്യൻ്റെ സംസ്കാരം എന്നൊക്കെ പറയും. ശരി, ഏതാണിത്? അതെല്ലാം നന്മയുടെ സംസ്കാരമാണ്. എല്ലാം ശ്രേയസിൻ്റെ സംസ്കാരമാണ്. എല്ലാം സ്നേഹത്തിൻ്റെ സംസ്കാരമാണ്. എല്ലാം വിശുദ്ധിയുടെ സംസ്കാരമാണ്. വിശുദ്ധമായൊരു സംസ്കാരം. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഈ വിശുദ്ധ സംസ്കാരമുള്ളവരുടെ എണ്ണം കൂടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയാണ് കർത്താവിന് വേണ്ടി കാണുന്നത്. നിങ്ങൾ ഓരോരുത്തരുമാണ് കർത്താവിൻ്റെ ആ സ്വഭാവത്തിൻ്റെ പ്രതിബിംബനമായി ഈ ലോകത്ത് സംസ്കാരഭദ്രമായി ജീവിതം നയിക്കുന്നവരായി കർത്താവ് കാണേണ്ടത്. അപ്പോൾ ദൈവനാമം മഹത്വപ്പെടും. അതുകൊണ്ടാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണം. എങ്ങനെ ദൈവനാമം പരിശുദ്ധമാക്കപ്പെടുന്നത്? എങ്ങനെയാണ്? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു, സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിൻ്റെ തിരുനാമം മഹത്വീകരിക്കപ്പെടണമേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. എങ്ങനെ? ദൈവനാമം മഹത്വീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവനാമം പരിശുദ്ധമായിത്തീരുന്നത് എങ്ങനെയാണ്? ദൈവം തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ പ്രിയദാസൻ അല്ലെങ്കിൽ പ്രിയദാസി ഒരു ശുദ്ധിമതിയായി അല്ലെങ്കിൽ ശുദ്ധിമാനായി ജീവിക്കുന്നത് കാണുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. എങ്ങനെയെല്ലാമോ അഴുക്കൽ ജീവിച്ചിരുന്ന ഈ മനുഷ്യനിതാ വലിയൊരു വിശുദ്ധനായി മാറിയിരിക്കുന്നു. എങ്ങനെയെല്ലാമോ ലോകത്തിന് അടിമയായി ജീവിച്ചിരുന്ന ഈ മനുഷ്യനിതാ കർത്താവിൻ്റെ ദാസനായി മാറിയിരിക്കുന്നു. എന്നും വീട്ടിൽ വഴക്കും പിണക്കവും ബഹളവും കലഹവുമായിരുന്ന കുടുംബത്തിൽ ഇപ്പോൾ ഈ മകൾ വന്നതിന് ശേഷം കുടുംബത്തിൽ ആശ്വാസം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണെന്ന് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത്, ദൈവത്തെ പ്രതിബിംബിക്കുന്നത്. സ്തോത്രം. അവരെ പോയി ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് യേശു കടൽക്കരി വന്ന് നിന്നത്. കുഞ്ഞുങ്ങളെ, കൂട്ടവും വല്ലതും ഉണ്ടോ? കർത്താവിൻ്റെ ഒരു വലിയൊരു ആഗ്രഹം, ദാഹം. ഈ പ്രിയപ്പെട്ടവരൊന്നും കഴിക്കാതെയാണല്ലോ വന്നത്. ഇന്നലെ സന്ധ്യയ്ക്ക് കടലിൽ ഇറങ്ങിയ ശേഷം ഈ വെളുപ്പാങ്കാലം വരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അവർക്ക് വേണ്ടി കർത്താവ് അപ്പം കരുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. കർത്താവിനറിയാം. എന്തൊരത്ഭുതം. അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണമായിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൂട്ടുവാൻ എന്തെങ്കിലും ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ സമ്പാദിച്ചതാണ്, നല്ലതാണ്. അതിനോട് ആഡ് ചെയ്യുവാൻ, അതിനോട് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ കർത്താവിനറിയാം. ഒന്നും ഇല്ലെന്ന് കർത്താവിനറിയാം. ഒന്നും കിട്ടിയില്ലെന്ന് കർത്താവിനറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ഒന്നും കിട്ടിയില്ല എന്നുള്ള ബോധം അവർക്കുണ്ടാകണം. എൻ്റെ ഈ പരിശ്രമം കൊണ്ട് ഒന്നും സാധിച്ചില്ല എന്നൊരു ബോധം നമുക്കുണ്ടാകണം. എൻ്റെ ഈ യത്നം കൊണ്ടോ എൻ്റെ പരിശ്രമം കൊണ്ടോ എൻ്റെ ഉദ്യമം കൊണ്ടോ ഒന്നും സാധിച്ചില്ല എന്നൊരു ചിന്ത നമുക്ക് വരുമ്പോഴാണ്, ആ നത്തിങ്നെസ് വരുമ്പോഴാണ്
അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നത്. എല്ലാവർക്കും തന്നെ പറ്റിയിരിക്കുന്നൊരു അപകടം അതാണ്. ഈ നത്തിങ്നെസ് ഫീൽ ചെയ്യുന്നില്ല, എനിക്കൊന്നുമില്ല എന്നുള്ളത് ഫീൽ ചെയ്യുന്നില്ല. പലതുമുണ്ട്. നമസ്കാരമുണ്ട്, പള്ളിയുണ്ട്, ആരാധനയുണ്ട്, കൂദാശകളുണ്ട്, മാറാനായ പെരുന്നാളുകൾ, റാസയുണ്ട്, പള്ളിക്ക് കൊടുക്കുന്നുണ്ട്, ദൈവവേലയ്ക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നുമില്ല എന്നുള്ള ചിന്ത വന്നിട്ടില്ല. എന്നാലും ഞാൻ കർത്താവിനായിട്ട് ജീവിതം സമർപ്പിച്ച ആളല്ലേ, എന്നെ കർത്താവ് എന്നെ കൈവിടില്ല, ഞാൻ ദൈവത്തോടുകൂടിയാണ്, എൻ്റെ കാര്യം എനിക്കറിയാം, ഞാൻ കർത്താവിൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ള ചിലതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ധാരണയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അപകടം. അതാണ് പരീശത്വം എന്ന് പറയുന്നത്, പരീശ മനോഭാവം. എനിക്കൊന്നുമില്ല എന്ന് സമ്മതിക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ കാര്യം പ്രവർത്തിക്കുകയുള്ളൂ. എനിക്കൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അനുഭവങ്ങൾ തീർത്ത് മനസ്സിലേക്ക് വരികയാണ്. ഞാൻ മഹാരാജ് കോളേജിൻ്റെ മെയിൻ ഹാളിലിരുന്ന് MA ഡിഗ്രി പരീക്ഷ എഴുതുകയായിരുന്നു. ലിംഗ്വിസ്റ്റിക്സ് പേപ്പർ എഴുതുമ്പോൾ എനിക്ക് ഫുൾ മാർക്സ് കിട്ടുകയാണെങ്കിൽ 10 മാർക്ക് കിട്ടുന്ന ഒരു 10 ഉപചോദ്യങ്ങളുണ്ട്. ഒന്നും ഓർമ്മയിൽ വരുന്നില്ല, ഒന്നും. അവസാനം ഒരു 10 മിനിറ്റെങ്കിലും ഉള്ളപ്പോഴാണ് മറ്റെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നത്. ഇന്ന് ഞാൻ നല്ലപോലെ ഓർക്കുന്നു. ഞാൻ പേന താഴെ വെച്ചു, ആൻസർ പേപ്പറിൻ്റെ മീതെ പേന വെച്ചു, ഞാനിങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എഴുതി തുടങ്ങി. എന്തൊരു അത്ഭുതം, 10ഉം ശരിയായിരുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കുട്ടികളോട് ഞാൻ പറയട്ടെ, എനിക്ക് കഴിവില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ താഴൂ. ഇല്ല കർത്താവേ, എനിക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് വിനയപ്പെടൂ. കാണാൻ നിങ്ങൾക്ക് വിജയം കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഒന്നുമില്ല, അവർക്കൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടി. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് കർത്താവ് ചോദിച്ചു. വായിച്ചേ. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല, ഒന്നും കിട്ടിയില്ല. ഒന്നുമില്ലായ്മ സമ്മതിച്ചപ്പോൾ കർത്താവ് പോകാൻ വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഒന്നുമില്ലായ്മ സംബന്ധിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളുടെ കഴിവുകേടുകൾ സംബന്ധിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. കർത്താവേ, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് വേണ്ടത്ര ബുദ്ധിശക്തിയില്ല, ഒരു പ്രതിസന്ധിയെ നേരിടുവാനുള്ളതായ കരുത്തില്ല. കർത്താവേ, എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രാപ്തിയുമില്ല, ഞാൻ പ്രാപ്തിയില്ലാത്തൊരു മനുഷ്യൻ. എൻ്റെ കർത്താവേ, എന്നെക്കൊണ്ട് ഒന്നും സാധ്യമല്ല കർത്താവേ. അങ്ങനെ ഉള്ളത്തിൽ നിങ്ങളൊന്ന് പറയാമോ? ഹൃദയത്തിലൊന്ന് പറയാമോ? ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് പറയാമോ? അവിടെയെല്ലാം ശൂന്യമായിരിക്കുന്ന സ്ഥലത്തെല്ലാം ദൈവസ്നേഹം ഒന്ന് നിറയും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒന്ന് നിറയും. സ്തോത്രം. നമ്മുടെ ഒന്നുമില്ലായ്മയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഉണർത്തുന്ന, നമ്മളെ ശക്തീകരിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേലൊന്ന് പൊതിയും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ തിരുരക്തത്താൽ നമുക്ക് ശക്തി ലഭിക്കും. നാം പുതുബലമുള്ളവരായിത്തീരും, പുതിയ ശക്തിയുള്ളവരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നാം ഒരു വാക്ക് പറയുന്നിടത്ത് കർത്താവ് സംസാരിക്കും. കർത്താവ് പോകുന്നിടത്ത് നാം പോവുകയും കർത്താവിൻ്റെ കൂടെ നാം നിൽക്കും. നാം പോകുമ്പോൾ കർത്താവ് മുന്നേ നിൽക്കും, നാം പിറയിൽ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ മഹത്വം നമുക്ക് പിൻപടയായിരിക്കും. സ്തോത്രം. യഹോവയുടെ മഹത്വം പിൻപടയായിരിക്കും. പിന്നിലൊരു സൈന്യം പോലെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ പിറകെയുണ്ടാകും. ദൈവദൂതന്മാർക്ക് ചുറ്റും കാവൽ നിൽക്കും. യഹോവയുടെ ദൂതൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയിറങ്ങിയവർ വിടുവിക്കുന്നു. ചുറ്റും മാലാഖമാർ കാവൽ നിൽക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നീതി നിനക്ക് മുൻപായി നടക്കും, നീതി മുമ്പായി നടക്കും. നാം ഒറ്റയ്ക്കല്ല, ഞാൻ യേശുവിൻ്റെ കൂടെയാണെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടൊരു വാക്ക് പറയണം. കർത്താവേ, ഇത്രയും കാലം നിന്നെക്കൂടെ ഞാൻ ജീവിച്ചു പോയി. നിന്നെ വേദനിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. നിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ അനേകം ദുസ്വഭാവങ്ങൾ വന്നുപോയി. എൻ്റെ കർത്താവേ, പല കാര്യങ്ങളിൽ ഞാൻ വീണുപോയി. കർത്താവേ, എനിക്ക് എന്നിൽ തന്നെ നോക്കി ചില സംതൃപ്തി ഉണ്ടായിരുന്നു. എല്ലാം തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. കർത്താവേ, എനിക്ക് തൃപ്തിപ്പെടാൻ ഒന്നുമില്ല, എനിക്ക് സന്തോഷിക്കാനൊന്നുമില്ല, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ആകെയുള്ളത് എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം.
യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തവനെ വീണ്ടെടുത്തു എന്നുള്ള ഒറ്റ കാര്യം മാത്രം, അതാണ് എനിക്ക് ആശ്രയിക്കാനുള്ളൂ, അത് മാത്രമേ എനിക്ക് പ്രശംസിക്കാനുള്ളൂ. യേശുവേ, ഇതാ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഇതാ വീണ്ടും ഏൽപ്പിക്കുന്നു. നാഥാ, നീ എനിക്ക് വേണ്ടി കരുതുന്നല്ലോ, നീ എൻ്റെ കാര്യം നോക്കുന്നല്ലോ, എൻ്റെ വിശപ്പ് നീ അറിയുന്നല്ലോ, എൻ്റെ ദാഹം നീ അറിയുന്നല്ലോ. കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം നീ അറിയുന്നല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ ക്ഷീണിതനായി എന്ന് കണ്ട് നീ കടൽക്കരയെയും ഓടി വന്നല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ വിശന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് നീ കടൽക്കരയെയും ഭക്ഷണവുമായി വന്നല്ലോ. എൻ്റെ കർത്താവേ, നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കൂ, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ, കർത്താവിൻ്റെ വാക്ക് പറയൂ. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുവിനോട് നിങ്ങൾ പറയൂ, എൻ്റെ യേശുവേ, ഈ നിമിഷം മുതൽ എന്നിൽ ആശ്രയിക്കാതെ യേശുവിൽ ആശ്രയിച്ചുള്ള ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കും. ദൈവത്തിൽ നിങ്ങൾ വാക്ക് പറയൂ. കരുണയുള്ള കർത്താവിൻ്റെ കരം നിങ്ങളുടെ തലമേൽ വയ്ക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കരം നിങ്ങളെ ആശീർവദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ തൃക്കരം, നിങ്ങളെ മെനഞ്ഞ കരം, നിങ്ങളെ സൃഷ്ടിച്ച കരം, നിങ്ങളെ യഥാസ്ഥാനത്ത് ഓരോ സ്ഥാനത്തും ആക്കിയ കരം, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാനായി വന്ന് നിങ്ങളുടെ മേൽ തന്നെ കരം വെച്ചുകൊണ്ട് കർത്താവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പുതിയ കൃപ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ പുതിയൊരു ജീവിതം നിങ്ങൾ നയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് കരം ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. എൻ്റെ ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് സൗജന്യമായി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങളെല്ലാം തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം. തിരുവചനം ഞങ്ങൾക്ക് തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും എൻ്റെ നാഥ അവിടെ തിരുമാറോട് അടക്കി പിടിച്ചു കൊള്ളണമേ. അന്ത്യം വരെയും കാത്തുകൊള്ളണമേ. ശത്രു റാഞ്ചി കൊണ്ട് പോകാതെ എല്ലാവരെയും സംരക്ഷിക്കണമേ. ദൂതന്മാരെ അവിടുന്ന് കാവൽ നിർത്തണമേ. തിരക്തത്താൽ അവിടുന്ന് വലയം ചെയ്യണമേ. എൻ്റെ അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.